ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2025 ജൂലൈ 5 നടന്ന ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിലെ മാത്സിലെ ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 79/2025 ആണ്. ഇതിലെ ഈ ചോദ്യപേപ്പറിലെ GKയും കറണ്ട് അഫയേഴ്സും മലയാളം ഇംഗ്ലീഷും ക്വസ്റ്റ്യനുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്താണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്സ് ചോദ്യങ്ങളാണ്. അപ്പം 71ാമത്തെ ചോദ്യം തൊട്ടാണ് വരുന്നത്. അതിൽ 71ാമത്തെ ചോദ്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 71ാമത്തെ ചോദ്യം: ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 22ാം പദത്തിൻ്റെയും തുക 100 ആയാൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്ര? അപ്പം നമുക്ക് തന്നിട്ടുണ്ട് 12ാം പദത്തിൻ്റെയും പ്ലസ് 22ാം പദത്തിൻ്റെയും തുക നമുക്ക് 100 എന്ന് പറഞ്ഞ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ AP അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ നമ്മളൊരു ഇക്വേഷൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. AN = A + n-1 × D എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇത്രാമത്തെ പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A + n-1 × D എന്ന് പറയുന്നത്. അപ്പോൾ 12ാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് A+, നമുക്ക് ഒന്നാമത്തെ പദം അറിയത്തില്ല, അതുകൊണ്ട് A + 12, എന്നിൻ്റെ സ്ഥാനത്ത് 12 - 1 × D, കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടില്ല. അത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ A12 = A + 11D എന്ന് പറഞ്ഞ് എഴുതാനാകും. അടുത്തത് 22ാമത്തെ പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A22 = A + 22 - 1 × D. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് A + 21D എന്ന് പറഞ്ഞ് ഇക്വേഷൻ കിട്ടും. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? A12 + A22 = 100 എന്നാണ്. അതായത് ഈ രണ്ട് ഇക്വേഷനും കൂടി, അതായത് ഇത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് A + 11Dയും സെക്കൻഡ് ഇക്വേഷനായിട്ട് A + 21Dയും എഴുതാം. A + 11D + A + 21D = 100 എന്ന് പറഞ്ഞ് എഴുതാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ 2A + 32D = 100 എന്ന് കിട്ടും. ഇവയെല്ലാം നമുക്കറിയാം ഈവൻ നമ്പേഴ്സ്, അതുകൊണ്ട് നമുക്ക് വേണേൽ 2 പുറത്തെടുത്തിട്ട് അല്ലെങ്കിൽ 2 പുറത്തെടുത്തിട്ട് ഈ ഇക്വേഷനെ ഷോർട്ടാക്കാം. 2 × A + 16D എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം = 100 എന്ന് പറഞ്ഞ് എഴുതാവുന്നതാണ്. ഈ രണ്ടിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ A + 16D = 100/2 = 50 എന്ന് കിട്ടും. അപ്പോൾ A + 16D = 50. ഇനി നമ്മളോട് ബാക്കി എന്താ തന്നിരിക്കുന്നത്? ഇതുവരെ നമ്മൾ കണ്ടെത്തി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ AP-യിലെ മറ്റൊരു ഇക്വേഷനാണ് സമ്മ് കാണാനായിട്ടുള്ളത്. SN = n/2 × 2A + n-1 × D. നമുക്കിവിടെ എന്നിൻ്റെ വാല്യൂ മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി Aയും N അറിയാം, Dയും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ്, നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് 33/2 × 2A + 33 - 1 × D. (33/2 × 2A + 32D എന്നാകും. ഇതിൽ നിന്നും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ബ്രാക്കറ്റിനകത്തുള്ള ഈ ഒരു ഇതിൽ നമുക്ക് 2നെ പുറത്തെടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 33/2 × 2A + 16D എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ രണ്ടും ക്യാൻസൽ ആയിപ്പോവും. ഇനി നമ്മൾ മേളിൽ
തൊട്ട് ഈ സമ്മ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഇക്വേഷൻ 3 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാം. ഇതിൽ നമുക്ക് A+16D എന്നുള്ളത് 50 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ആ 50നെ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ 33 × 50 ഈക്വൽ ടു 1650. അതായത് 33 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 1650. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരം. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഇക്വേഷൻ ഉപയോഗിച്ച് എന്നുവെച്ചൊരു കുറച്ച് നേരം ലെങ്തി മെത്തേഡാണ്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ച്, അതായത് ഒരു സിമ്പിൾ മെത്തേഡ്, സിമ്പിൾ എന്നല്ല ഒരു ട്രിക്ക് പറഞ്ഞു തരാം. ഇതിനകത്ത് AP-യുടെ മധ്യപദങ്ങൾ കണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് ഇവിടുത്തെ AP ഏതൊക്കെയായിരുന്നു? A12ഉം A22ഉം ആയിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്. ഇവരുടെ മധ്യപദം അല്ലെങ്കിൽ മിഡിൽ ടേം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. മിഡിൽ പൊസിഷൻ ഏതാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് 12 + 22 നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പദങ്ങളുടെ പൊസിഷൻ ആഡ് ചെയ്തിട്ട് അതിനെ ÷ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 34/2 എന്ന് കിട്ടും. അപ്പോൾ 17 എന്നാണ്. അതായത് A17, AP നമ്പർ 17 ആണ് നമ്മുടെ മിഡിൽ ടേം. അതായത് ഈ A12ൻ്റെയും A22ൻ്റെയും മിഡിൽ ടേം ആയിട്ട് പറയാൻ പറ്റുന്നത് A17. 17ാം പദമാണ് ഇവിടുത്തെ മധ്യപദം എന്ന് നമ്മൾ പറയുന്നത്. ഇനി മധ്യപദത്തിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഈ A12ൻ്റെയും A22ൻ്റെയും തുക നമുക്ക് 100 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയായിരിക്കും നമ്മുടെ മധ്യപദമായ 17ൻ്റെ വാല്യൂ. അതായത് A17ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ആയിരിക്കും. പിന്നെ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ തുക കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് 33 പദങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ തുകയാണല്ലോ നമ്മൾ കണ്ടെത്തേണ്ടത്. 33 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണല്ലോ. ഈ 33 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 33 × മിഡിൽ ടേമിൻ്റെ വാല്യൂ എത്രയാണോ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 33 × 50 = 1650. അപ്പോഴെന്താ, നമുക്ക് ബി തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. ഇത് രണ്ടാമത്തെ ഒരു മെത്തേഡാണ്. നമുക്ക് ഏത് മെത്തേഡ് വേണേലും യൂസ് ചെയ്ത് ഉത്തരത്തിലോട്ട് എത്തുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. 72ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് 27x ÷ 3/2 = 3/7 ആയാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 27x ÷ 3/2 = 3/7. എക്സ്പോണൻ്റ് പാർട്ടിൽ നിന്നും ഉള്ളൊരു ചോദ്യമാണിത്. നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 27x ÷ 3/2 = 3/7. ഇതിൽ 27 എന്ന് പറയുന്നത് 3യുടെ ഫോമായിട്ട് എഴുതാൻ പറ്റുമല്ലോ. 3/3 ആണ് 27 എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 27ൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ 3/3 കൊടുക്കുകയാണ്. 3/3 പിന്നെ ഇതിനെ ഹോൾ റേസ് ടു x എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നു ബൈ 3/2 = 3/7. അതായത് 3/3x. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എക്സ്പോണൻസിൻ്റെ കേസിൽ a⁻m n എന്ന് വരികയാണെങ്കിൽ a⁻m × n എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണിത് 3/3x ആയത്. ബൈ 3/2 = 3/7. അടുത്ത സ്റ്റെപ്പിൽ മറ്റൊരു റൂൾ ഇവിടെ ഓർക്കുക. a⁻m / a⁻n എന്ന് വരികയാണെങ്കിൽ a⁻m - n എന്നാണ് വരുന്നത്. അതായത് ഇവിടെ രണ്ടും 3 ആണല്ലോ. ന്യൂമറേറ്ററിൽ 3x എന്നും താഴെ ഡിനോമിനേറ്ററിൽ 3/2 എന്നുമാണ് നൽകിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഞാനത് ഒരുമിച്ചാക്കുന്നു. അതായത് 3/3x - 2 = 3/7.
ഞാനിനി പവേഴ്സിനെ മാത്രമാണ് അടുത്ത സ്റ്റെപ്പിൽ ഇറക്കുന്നത്. അതായത് 3x - 2 = 7 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. 3x = 7 + 2. 2 = ശേഷം പോയപ്പോൾ അത് പ്ലസ് ആയി, -2 എന്നുള്ളത് +2 ആകും. 3x = 9. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 9/3 = 3. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതിൽ ഈ മെത്തേഡ് മാത്രമാണ് നമുക്ക് ഷോർട്ട് കട്ട് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ തന്നെയാണ് കിട്ടുന്നത്. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എഴുപത്തിമൂന്നാമത്തെ ചോദ്യം. 6000 രൂപ 10% പലിശയ്ക്ക് 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം എത്ര? അപ്പോൾ നമുക്ക് സാധാരണ പലിശ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. PNR/100 ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. അതിൽ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നതാണ് രൂപ, 6000 രൂപ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് 3 വർഷം. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 10% എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 6000 × 3 × 10/100. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ പൂജ്യവും അങ്ങ് വെട്ടിപ്പോവും. ഈക്വൽ ടു 1800. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ ആണ് 1800 എന്ന് പറഞ്ഞ് കിട്ടിയത്. ഇനി അടുത്തത് കൂട്ടുപലിശ, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതിൻ്റെ ഇക്വേഷനും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. P × 1 + R/100 n. അപ്പോൾ ഇവിടെ P എന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് എത്രയാണ്? 6000 × 1 + R, 10% തന്നെയാണ്, /100 3 വർഷത്തേക്കാണ്. ഈ സ്റ്റെപ്പിൽ തന്നെ എനിക്ക് ഈ 0 വെട്ടിക്കളഞ്ഞ് ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് LCM എടുത്ത് വരുമ്പം അടുത്ത സ്റ്റെപ്പിൽ 6000 × 10 + 1/10 എന്നെഴുതാം, (3). അതായത് 6000 × 11/10 (3) എന്ന് വരും. (6000 × 11/10) അത് 3 തവണ നമ്മൾ ചെയ്യണം. (11/10). ഈ താഴെയുള്ള 3 10-നെ നമുക്ക് വെട്ടിക്കളയാം. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 6 × 11³ എന്ന് പറയുന്നത് 1331 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 7986 എന്ന് കിട്ടും. അതായത് ഇത് കൂട്ടുപലിശയാണല്ലോ. അപ്പോൾ ഈ കിട്ടിയ തുക, അതായത് 7986 - 6000 ചെയ്യുക. അപ്പോൾ 1986 രൂപയാണ് നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് ചോദ്യം എന്തായിരുന്നു? തന്നിരിക്കുന്ന കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസമാണ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടുപലിശയിലെ തുകയായിട്ടുള്ള 1986 മൈനസ് നമുക്ക് സാധാരണ പലിശയിൽ ലഭിച്ച 1800 തമ്മിൽ കുറയ്ക്കുക. നമുക്ക് 186 എന്ന് പറഞ്ഞ് ഉത്തരം കിട്ടുന്നതായിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഇനി ഇത് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്ത്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്തത്. ഇതിന് മറ്റൊരു ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്. അതുകൊണ്ട് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് P × അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് × R/100 (2) × 3 + R/100
ഇക്വേഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. P into R by 100 the whole raised to 2 into 3 plus R by 100. ഇനി നമ്മുടെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P എത്രയായിരുന്നു? 6000 ഇൻറ്റു R 10 ആയിരുന്നു. 10 by 100 the whole raised to 2 ഇൻറ്റു 3 plus 10 by 100. വെട്ടിപ്പോകുന്ന സംഖ്യകൾ എന്താ? 10-ലെ ഈ 0, 100-ലെ ഈ 0 നമുക്ക് വെട്ടിക്കളയാം. അതേപോലെ 10-ലെ ഈ 0, ഇവിടുത്തെ ഈ 100-ലെ 0 നമുക്ക് കളയാം. അടുത്ത സ്റ്റെപ്പിൽ 6000 ഇൻറ്റു 1/10 ഇൻറ്റു 1/10 ഇൻറ്റു ഇവിടെ 3 പ്ലസ് 1/10 എന്നാണ് നിൽക്കുന്നത്. അത് ഞാൻ സോൾവ് ചെയ്ത് വരുമ്പം 31/10 എന്നാകും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 0-യൊക്കെ വെട്ടിക്കളയാവുന്നതാണ്. 6 ഇൻറ്റു 31 എന്നായിരിക്കും. ഇത് തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ 186, അതായത് ഓപ്ഷൻ ഡി എന്ന ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഈ ഇക്വേഷൻ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു, അതായത് കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ബൈ 100 ദ ഹോൾ റൈസ് ടു 2 ഇൻറ്റു 3 പ്ലസ് ആർ ബൈ 100. ഇതാണ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് 74-ാമത്തെ ചോദ്യം നോക്കാം. 15 നോട്ട്ബുക്കുകൾ 330 രൂപയ്ക്ക് വാങ്ങിയാൽ 418 രൂപയ്ക്ക് എത്ര നോട്ട്ബുക്കുകൾ വാങ്ങാം? 15 നോട്ടുകൾ എത്ര രൂപയായി? 330 രൂപയാണ് ആയത്. എങ്കിൽ 418 രൂപയ്ക്ക് എത്ര നോട്ടുകൾ വാങ്ങാം? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇങ്ങനെ 15 ഇൻറ്റു 418 ബൈ 330. നമുക്ക് 15-നെയും 330-നെയും ഡയറക്റ്റായിട്ട് വെട്ടാവുന്നതാണ്. ഇത് തമ്മിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, അതായത് 15-നെ 330 വെച്ച് വെട്ടുമ്പോൾ നമുക്ക് 22 എന്ന് ലഭിക്കും. ഇനി 418 ബൈ 22 ഡയറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊരു ഇച്ചിരി താമസമൊക്കെ വരുന്നതാണെങ്കിൽ നമുക്കിത് രണ്ടും ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് 2 വെച്ച് നമുക്ക് വെട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ 418-നെ ഞാൻ 2 വെച്ച് സോൾവ് ചെയ്യുമ്പോൾ 209 എന്നും 22-നെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 എന്ന് ലഭിക്കും. 209-നെ 11 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 19 എന്ന് ലഭിക്കും. ഉത്തരം ഓപ്ഷൻ ബി 19. അതായത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 15 ഇൻറ്റു 418 ബൈ 330. 15ഉം 330ഉം വെട്ടിപ്പോകുന്നു, 22 എന്ന് കിട്ടുന്നു. ഇത് സോൾവ് ചെയ്യുമ്പോൾ 2 വെച്ച് ഞാൻ 418-നെ 22-നെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. 209 ബൈ 11 എന്ന് കിട്ടുന്നു. രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 19 എന്ന് കിട്ടും. ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിൽ നമുക്ക് നോക്കാം. ഇനി 75-ാമത്തെ ചോദ്യം. 16 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിനെ വളച്ച് 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരമാക്കി മാറ്റിയാൽ അതിൻ്റെ വിസ്തീർണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 16 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം, അതായത് ഒരു സ്ക്വയർ, 16 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെയാണ് തന്നിരിക്കുന്നത്. അതിനെ അവർ വളച്ച് ഒരു റെക്റ്റാങ്കിളാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് ചതുരം. അതിൻ്റെ വീതിയാണ് നമുക്ക് തന്നിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ എന്ന്. നീളം നമുക്ക് തന്നിട്ടില്ല. നീളം കണ്ടുപിടിച്ചാലാണ് നമുക്ക് വിസ്തീർണം കണ്ടുപിടിക്കാൻ കഴിയുക. 16 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം, അതായത് സ്ക്വയർ, അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ് 16 സെൻറ്റിമീറ്റർ. അതിനെ അവർ വളച്ച് ഒരു റെക്റ്റാങ്കിളാക്കി, അതായത് ചതുരമാക്കി മാറ്റി. അതിൻ്റെ വീതിയാണ് 10 സെൻറ്റിമീറ്റർ എന്ന് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതായത് 16 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ 16 സെൻറ്റിമീറ്റർ വശമുള്ള സ്ക്വയറിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടെത്തിയാൽ നമുക്ക്
ഈ സ്ക്വയറിൻ്റെ ചുറ്റളവ് തന്നെയായിരിക്കും ഈ റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് വരുന്നത്. അതായത് 16 × 4 ചെയ്താൽ നമുക്ക് ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്താൻ പറ്റും. 16 × 4 64 സെൻറ്റിമീറ്ററാണ് ഈ സ്ക്വയറിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ്. അത് തന്നെയാണ് ഈ ചതുരത്തിൻ്റെയും ചുറ്റളവ്. അതായത് ഈ 16 സെൻറ്റിമീറ്ററുള്ള ആ ഒരു സ്ക്വയറിനെയാണ് അവർ വളച്ച് ഒരു റെക്റ്റാങ്കിളാക്കി മാറ്റിയത്. 10 സെൻറ്റിമീറ്റർ വീതിയുള്ള റെക്റ്റാങ്കിളാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഇക്വേഷൻ നമ്മൾ കുഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് 2 × L + B, അതായത് 2 × ലെങ്ത് × ബ്രെഡ്ത്ത്. നമുക്ക് ബ്രെഡ്ത്തിൻ്റെ അതായത് വീതിയുടെ അളവ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ എന്ന്. പെരിമീറ്റർ നമുക്ക് സ്ക്വയറിൻ്റെ ചെയ്തപ്പോൾ കിട്ടി 64 സെൻറ്റിമീറ്റർ എന്ന്. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × ലെങ്ത് + 10 = 64. L + 10 = 64/2. ലെങ്ത് + 10 = 32. ലെങ്ത് = 32 - 10 = 22. അതായത് ലെങ്ത് നമുക്ക് 22 കിട്ടി. ഇനി വിസ്തീർണമല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റെക്റ്റാങ്കിളിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ലെങ്ത് × ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് എത്രയാണ്? 22 നമ്മളിപ്പോൾ ചെയ്ത് കണ്ടുപിടിച്ചായിരുന്നു. 22 സെൻറ്റിമീറ്റർ. 22 × 10 = 220 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്, 220 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്നത് ഒരു സമചതുരമായിരുന്നു. അതിൻ്റെ ഒരു വശത്തിൻ്റെ 16 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിനെ അവർ വളച്ച് ഒരു ചതുരമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇതേ സമചതുരത്തിൻ്റെ അതേ ചുറ്റളവ് തന്നെയായിരിക്കും നമ്മുടെ ചതുരത്തിനും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഇക്വേഷൻ, അതായത് പെരിമീറ്റർ ഓഫ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററുമായിട്ട് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടാതെ പോയ വാല്യൂ ആയിട്ടുള്ള ലെങ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കുക. ഈ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തത് 76ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. 16, 81, 64, 256, 625. ഈ നമ്പറുകളെ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവയെല്ലാം എന്താണ്? സ്ക്വയറുകളാണ് അല്ലേ? 16, 81, 64, 256 ഇവയാണ് ഓപ്ഷൻസുകൾ നമ്മൾ തന്നിരിക്കുന്നത്. 625 കൂടി എഴുതാം. നമുക്കറിയാം 16 എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ സ്ക്വയറാണ്. അതേപോലെ 81 എന്ന് പറയുന്നത് 9ൻ്റെ സ്ക്വയറും, 64 എന്ന് പറയുന്നത് 8ൻ്റെ സ്ക്വയറും, 256 എന്ന് പറയുന്നത് 16ൻ്റെ സ്ക്വയറും, 625 എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയറുകളാണ്. നമ്മുടെ ചോദ്യം എന്താണ്? ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നും എല്ലാം സ്ക്വയറുകളാണ്. നമുക്ക് ഒറ്റയാനെ കണ്ടെത്താൻ പറ്റുന്നില്ല. എന്നാൽ ഈ ഓപ്ഷനുകളിൽ ഒന്നുകൂടി കണ്ണോടിച്ച് നോക്കിയപ്പോൾ 64 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അത് 64 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മാത്രമല്ല, ഒരു ക്യൂബും കൂടെയാണ്. 4 ക്യൂബ്, 4ൻ്റെ ക്യൂബും 64ആണ്. ബാക്കി തന്നിരിക്കുന്ന സംഖ്യകളൊന്നും ഒരു ക്യൂബ് അല്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള 64ആണ്. മനസ്സിലായോ? അതായത് തന്നിരിക്കുന്ന നമ്പർ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അത് സ്ക്വയർ ആണോ ക്യൂബുകളാണോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒറ്റയാനെ കണ്ടെത്തുന്നത്. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തത് വിട്ടുപോയ സംഖ്യയെ കണ്ടെത്തുക. 7, 25, 61, 121. ഇതേപോലെ ചോദ്യങ്ങൾ ധാരാളം നമുക്ക് ക്വസ്റ്റ്യനുകൾ വരാറുള്ളതാണ്. 7, 25, 61, 121. ഇനി ഇതിന് ശേഷമുള്ള പദം ഏതാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ നോക്കുക, തന്നിരിക്കുന്നത് APO വല്ലോ ആണോ എന്ന്. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണോ? അല്ല. ഇതിൻ്റെ ഡിഫറൻസുകൾ സെയിം അല്ല.
ആദ്യത്തെ തമ്മിൽ ഇപ്പം 25ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ 18 വരുന്നത്. എന്നാൽ അടുത്ത ടേമായിട്ടുള്ള അടുത്ത 2 ടേംസ് 61ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 26. 18ഉം 26ഉം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ഡിഫറൻസ് നോക്കുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ക്യൂബുകളോ അല്ലെങ്കിൽ വല്ലതും സ്ക്വയറുകളോ ആണോ? അവയൊന്നുമല്ല. ആകെ 25ഉം 121ഉം മാത്രമേ ഉള്ളൂ സ്ക്വയറായിട്ട് വരുന്നത്. ഇനി ഇവർ ക്യൂബുകളോ അല്ലെങ്കിൽ സ്ക്വയറുകളോ ആയിട്ടുള്ള നമ്പറുകളോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നോക്കാൻ പോകുമ്പോഴും ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ 25ഉം 121ഉം സ്ക്വയറാണ്. അപ്പോൾ സ്ക്വയർ ചെക്ക് ചെയ്യേണ്ട, ഇവർ ക്യൂബുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? 7, 25, 61, 121. ഈ 7ന് ശേഷമുള്ള നമ്പറാണ് 8. 8 എന്ന് പറയുന്നത് എന്നാ? 2 ക്യൂബ്. 2 ക്യൂബിൽ നിന്നും 1 കുറച്ചാൽ നമുക്ക്, അതായത് 8 - 1 7 കിട്ടുന്നത്. അടുത്ത സംഖ്യ എടുക്കാം, 25. 3ൻ്റെ ക്യൂബാണ് 27. 3 ക്യൂബ് മൈനസ് 2. 27 - 2 ചെയ്താൽ നമുക്ക് 25 കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തത് ഏതാണ്? ഒരു ഓർഡറിലാണ് പോണത്. ഇവിടെ 2 വന്നു, 3 വന്നു. അപ്പോൾ ഇവിടെ 4 ക്യൂബ്. ഇവിടെ 1, 2. അപ്പോൾ ഇവിടെ 3 കൊടുക്കാം. 4 ക്യൂബ് 64. 64ൽ നിന്നും 3 കുറച്ചാലാണല്ലോ 61 കിട്ടുന്നത്. അടുത്തത് 5 ക്യൂബ് മൈനസ് 3ന് ശേഷം 4 വരുന്നത്. 5 ക്യൂബിൻ്റെ വാല്യൂ, 5 ക്യൂബ് എന്ന് പറയുന്നത് 125. 125ൽ നിന്നും 4 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 121 കിട്ടുന്നത്. നമ്മളിപ്പോൾ 5 വരെയാണ് എത്തിയത്. അപ്പോൾ അടുത്തത് 6 ക്യൂബ് മൈനസ് 4 വരെ നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ 5 ആയിരിക്കും. 6 ക്യൂബ് എന്ന് പറയുന്നത് 216 എന്നാണ്. 216 - 5 നമുക്ക് 211 എന്ന് ലഭിക്കും. അതായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സ്ക്വയർ ആണോ ക്യൂബാണോ എന്ന് ചെക്ക് ചെയ്യണം. അവിടെ AP ചെക്ക് ചെയ്യും. ഇനി ശേഷം സ്ക്വയറുമായിട്ടോ അല്ലെങ്കിൽ ക്യൂബുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അടുത്ത ചോദ്യം, 78ാമത്തെ ചോദ്യം. വില കാണുക. 3000 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ പ്ലസ് 1200 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ. അതായത് ഇക്വേഷൻ എഴുതാം. 3000 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ പ്ലസ് 1200 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ. ഇവിടെ ബോർഡ് മാസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച ഒരു റൂളുണ്ട്. അതായത് ആദ്യം ബ്രാക്കറ്റിലുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്യുക, അതിനുശേഷം ഓഫ് എന്നുള്ളതും, പിന്നെ ഡിവൈഡ്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അതേ റൂള് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ബോർഡ് മാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമെങ്കിലും നമുക്ക് കാണാറുള്ളതാണ്. അപ്പോൾ ഇവിടെ പവർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് കണ്ട് ആരും പേടിക്കേണ്ട. നമുക്ക് ഇതേ റൂളിൽ തന്നെ നമുക്ക് ചെയ്തു പോകാവുന്നതാണ്. എളുപ്പം ചെയ്യാനായിട്ട് 3000 ഡിവൈഡഡ് ബൈ അല്ലേ, ഞാനത് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് 5 സ്ക്വയർ എന്നുള്ളതിനെ ഞാൻ 5 × 5 എന്ന് താഴെ എഴുതുകയാണ്. പ്ലസ് 1200 ബൈ, അതിനെ ഡിവൈഡ് ചെയ്യുമല്ലേ നമ്മൾ ചെയ്യുന്നത്, 2 ക്യൂബ് എന്നല്ലേ എനിക്ക്. അപ്പോൾ 2 × 2 എന്ന് കൊടുത്തിരിക്കുന്നു. മൈനസ് 2 സ്ക്വയർ. ഇനി നമുക്ക് 3000 5നെ നമ്മൾ വെട്ടുമ്പോൾ ഇവിടെ നമുക്ക് 600 എന്ന് കിട്ടും. വീണ്ടും ഇവയെ നമ്മൾ 5 വെച്ച് വെട്ടുമ്പോൾ എനിക്ക് 120 എന്ന് കിട്ടും. അതായത് 120 പ്ലസ്, ഇനി 1200 ബൈ 2 ക്യൂബ്, അതിൽ ഒരു 2 വെച്ച് ഞാൻ ഈ 1200നെ വെട്ടുമ്പോൾ എനിക്ക് 600 എന്ന് ലഭിക്കും. വീണ്ടും ഉള്ള 2 വെച്ച് ഞാൻ വെട്ടുമ്പോൾ 300. അതിനെ വീണ്ടും ഞാൻ ചെയ്യുമ്പോൾ 150. അതായത് 120 പ്ലസ് 150 മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആണെന്നറിയാം. ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പം 270 മൈനസ് 4 ഈക്വൽ ടു 266.
ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. അതായത് ഓപ്ഷൻ ബി 266. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ അടുത്ത ചോദ്യം വായിക്കാം. ഇനി നമ്മൾ പറയുന്നത് 79ാമത്തെ ചോദ്യമാണ്. 2007 ജനുവരി 1 തിങ്കളായ 2011 ജനുവരി 1 ഏത് ദിവസം? കലണ്ടർ പോർഷനിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണാറുണ്ട്. അതായത് 2007 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2011 ജാനുവരി 1 ഏത് ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണല്ലോ ഉള്ളത്. ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസം ചേരുന്നതാണ്. അതായത് 365നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 52 ദിവസം എന്ന് കിട്ടും. ശിഷ്ടം 1 എന്ന് പറഞ്ഞ്, അതായത് റിമൈൻഡർ 1 വരും. അതായത് ആ ഒരു ദിവസം ആഡ് ചെയ്ത് 2008 വരുമ്പോൾ അത് 8 എന്നുള്ള ജനുവരി 1 എന്താകും? ചൊവ്വാഴ്ചയാകും. അതായത് ഈ ഒരു റിമൈൻഡർ അല്ലെങ്കിൽ നമുക്ക് ശിഷ്ടമായിട്ട് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് നമ്മൾ ഒരു ദിവസമായിട്ട് അടുത്ത ദിവസമായിട്ട് എടുത്ത് 2008 ജാനുവരി 1 നമുക്ക് ട്യൂസ്ഡേ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതേ രീതി തന്നെയായിരിക്കും പോകുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, 2008 എന്ന് പറയുന്നത് എന്താണ്? ഒരു അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയറിൽ എത്ര ദിവസമാണുള്ളത്? 366 ദിവസമാണുള്ളത്. അപ്പോൾ ഈ 366നെ ഞാൻ 7 വെച്ച് ഹരിക്കുമ്പോൾ 52 തന്നെ കിട്ടും. പക്ഷേ ശിഷ്ടം എത്രയായിരിക്കും? 2 ആയിരിക്കും. അതുകൊണ്ട് 2009 ജനുവരി 1 വരുന്നത് സാധാരണ രീതിയിലാണെങ്കിൽ വരേണ്ടത് ബുധനാഴ്ചയാണ്. അതിന് പകരം എന്താണ്? അത് വ്യാഴാഴ്ചയായിരിക്കും ആകുന്നത്. ഇനി ഇതേ റൂള് തന്നെ 2009 എന്താണ്? ഒരു സാധാരണ വർഷമാണ്. അതുകൊണ്ട് 2010 ജനുവരി 1 എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയായിരിക്കും ആകുക. ഇനി 2011 ജനുവരി 1 അപ്പോൾ അത് ശനിയാഴ്ചയായിരിക്കും. തൊട്ടടുത്ത ദിവസം വരുന്ന അല്ലെങ്കിൽ അടുത്ത വർഷം വരുന്നത് വെള്ളിയല്ല, അത് കഴിഞ്ഞ് ശനിയായിരിക്കും വരുന്നത്. അതായത് ഇവിടെ നമ്മുടെ ഓപ്ഷൻ സി ആണ് ശരി. ശനി. നമ്മളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നല്ലോ, 2011 ജനുവരി 1 ഏത് ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ഇപ്പോൾ നമ്മൾ ചെയ്ത രീതി ഏതായിരുന്നു? അടുത്ത വർഷം എന്നുള്ളത് ദിവസങ്ങൾ കണ്ടെത്തി. പക്ഷേ ഇപ്പോൾ 2007 2011 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വർഷത്തിലേക്ക് എത്താം. പക്ഷേ കുറച്ച് ദൂരം കൂടി അല്ലെങ്കിൽ ഡിഫറൻസ് നന്നായിട്ടുള്ള വർഷങ്ങളായിരുന്നെങ്കിലോ, വേറെ കുറേ വർഷങ്ങളായിരുന്നെങ്കിൽ നമ്മളിരുന്ന് എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്താൽ നമ്മുടെ സമയം പോകത്തേ ഉള്ളൂ. അപ്പോഴാണ് നമ്മളിവിടെ മറ്റൊരു ഷോർട്ട് കട്ട് മെത്തേഡ്, ഇതിനൊരു മെത്തേഡുണ്ട്, അത് ശ്രദ്ധിക്കാം. അതായിരിക്കും നമുക്ക് എക്സാം ഹോളിൽ ചെയ്യാനായിട്ടും എളുപ്പം. അതായത് ചെറിയ വർഷ വ്യത്യാസം ഉള്ളെങ്കിൽ പഴയ മെത്തേഡ് തന്നെ, അല്ലെങ്കിൽ വർഷങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് നന്നായിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് സെയിം ഡേറ്റ് ആണോ തന്നിരിക്കുന്നത്. അതായത് 2017 ജനുവരി 1 തിങ്കൾ എന്ന് നൽകിയിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നതോ 2011 ജനുവരി 1 തന്നെയാണ്. അപ്പോൾ ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. സെയിം ഡേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾക്ക് ആദ്യം വർഷങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തണം. അതായത് 2011 മൈനസ് 2007 അപ്പോൾ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇനി ഈ തന്നിരിക്കുന്ന വർഷങ്ങൾക്കിടയിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട് അല്ലെങ്കിൽ അതിവർഷമുണ്ടെന്ന് കണ്ടെത്തണം. 2007 2011 ഇടയ്ക്ക് ആകെ ഒരു ലീപ്പ് ഇയറിലേ ഉള്ളൂ, 2008 മാത്രം, അതായത് 1. ആ എത്ര ലീപ്പ് ഇയർ ഉണ്ടോ അത് നേരത്തെ നമ്മൾ ഡിഫറൻസ് കണ്ടെത്തിയില്ലേ, അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് 4 + 1 = 5 എന്ന് കിട്ടും. ഇനി ഈ 5 എന്ന് പറയുന്ന സംഖ്യ 7ന് താഴെ ആയതുകൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഡിഫറൻസ് കണ്ടെത്തി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7നേക്കാളും വലിയൊരു സംഖ്യയാണെങ്കിൽ 7ഉമായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ശിഷ്ടമാണ് ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത്. ഇനി ഈ കിട്ടിയിരിക്കുന്ന 5 എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ജനുവരി 1 2017 ജനുവരി 1 തിങ്കളാണെന്നല്ലേ തന്നിരിക്കുന്നത്. ഇതിന് ശേഷമുള്ള 5ാമത്തെ ദിവസം ഏതാണെന്ന് നോക്കുക. ചൊവ്വ, ബുധൻ,
വ്യാഴം, വെള്ളി, ശനി. 5-ാമത്തെ ദിവസം ഏതാണ്? ശനിയാഴ്ചയാണ്. അതായത് നമുക്ക് 2011 ജനുവരി 1 ശനിയാഴ്ചയാണ്. നമ്മൾ നേരത്തെയുള്ള സാധാ മെത്തേഡിലും ചെയ്തപ്പോൾ ശനി തന്നെ കിട്ടി, ഈ ട്രിക്ക് ഉപയോഗിച്ചപ്പോഴും നമുക്ക് ശനി തന്നെ കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തമ്മിൽ തന്നിരിക്കുന്ന വർഷങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുക, അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് എടുക്കുക, ഇത് നമ്മൾ കണ്ട ഡിഫറൻസുമായിട്ട് എത്ര ലീപ്പ് ഇയർ ഉണ്ടോ അത് ആഡ് ചെയ്യുക, അത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റുമായിട്ട് കൗണ്ട് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ സംഖ്യ 7 7-നേക്കാളും ചെറുതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുതാണെങ്കിൽ ആഡ് ചെയ്തങ്ങ് പോകാം. 7-നേക്കാളും വലിയ സംഖ്യയാണെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ശിഷ്ടം വരുന്നത് വേണം കൗണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് നമ്മുടെ ഫൈനൽ ചോദ്യം 80-ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 80-ാമത്തെ ചോദ്യം ഇതൊരു ഫാമിലി ചോദ്യമാണ്. ഫാമിലി ട്രീ എന്നൊക്കെ നമുക്ക് പറയാവുന്നതായിരുന്നു. സിയുടെ മകനാണ് ബി. സിയും പിയും സഹോദരിമാരാണ്. പിയുടെ അമ്മയാണ് ആർ. ആറിൻ്റെ മകനാണ് എഫ്. എന്നാൽ എഫ് ബിയുടെ ആരാണ്? നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ സാധാരണ ട്രീ വരയ്ക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അതായത് ഇവിടെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് നമുക്ക് വട്ടം ഉപയോഗിച്ചും അതേപോലെ പുരുഷന്മാർക്ക് ഒരു സ്ക്വയർ കൊടുക്കുകയാണ് നല്ലത്. അതായത് ഞാനിവിടെ കാണിച്ചു തരാം. സിയുടെ മകനാണ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ഇപ്പം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയാൻ പറ്റത്തില്ല സ്ത്രീയാണോ പുരുഷനാണോ, പക്ഷേ ബി മകനാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ബിയെ ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. ഒരു സ്ക്വയർ ബോക്സിനകത്തായിട്ട് ബിയെ റെപ്രസെൻ്റ് ചെയ്തു. സിയും പിയും സഹോദരിമാരാണ്. അപ്പോൾ സിയും പിയും സഹോദരിമാരാണെന്ന് തന്നു. അപ്പോൾ പിയും വട്ടത്തിനകത്ത്, അതായത് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഫീമെയിൽസിനെ നമുക്ക് ഒരു സർക്കിളിനകത്ത് കൊടുക്കാം. സിയും ഇപ്പം സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്ത ക്ലൂ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പിയുടെ അമ്മയാണ് ആർ. പി സിയുടെ സഹോദരിയാണെന്ന് പറഞ്ഞ്, അതായത് പിയുടെയും ആറിൻ്റെയും അമ്മയാണ്, പിയുടെയും സിയുടെ അമ്മയാണ് നമുക്ക് ആറെന്ന് മനസ്സിലാക്കി. അടുത്ത തന്നിരിക്കുന്നത് ആറിൻ്റെ മകനാണ് എഫ്. അതായത് ആറിൻ്റെ മകനാണ് എഫ് എന്ന് പറഞ്ഞ് കൊടുക്കാം. മകനായതുകൊണ്ട് ഞാൻ ഒരു സ്ക്വയർ ബോക്സിനകത്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എഫിനെ. എന്നാൽ എഫ് ബിയുടെ ആരാണ്? ബിയുടെ ആരാണ് എഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ്, ബിയുടെ അമ്മയാണ് സി എന്ന് നമുക്ക് പറയാം. സിയുടെ സഹോദരിയാണ് പി, പിയുടെ അമ്മയാണ് ആറ്, ആറിൻ്റെ മകനാണ് എഫ്. അതായത് സിയുടെ സഹോദരനാണ് എഫ്. അപ്പോൾ ആരാണ്? ബിയുടെ അമ്മാവനാണ് എഫ്. അതായത് ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ GK പോർഷൻസ് എല്ലാം എയിം ഫോർ PSC എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എല്ലാം എയിം ഫോർ PSCയുടെ MEM ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണേണ്ടതാണ്. താങ്ക് യു.